ലോക്സഭാ സീറ്റുമായി ബന്ധപ്പെട്ട് കോട്ടയത്തെ സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് കടന്നിരിക്കുകയാണ് കേരള കോൺഗ്രസ്. പി.ജെ. ജോസഫിനെ ഇതുമായി ബന്ധപ്പെട്ട് ചുമതലപ്പെടുത്തിയിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. സ്ഥാനാർത്ഥിയാകാൻ ഒരുപാട് പേർ രംഗത്തുണ്ട് എന്നതാണ് ഇന്നലെ എക്സിക്യൂട്ടീവ് ചെയർമാനായിട്ടുള്ള മോൻസ് ജോസഫ് നമ്മളോട് പ്രതികരിച്ച്. എന്തായാലും താങ്കളും സ്ഥാനാർത്ഥിയാകാൻ രംഗത്തുണ്ട്. ഞാനുണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്, സജീവമായിട്ടുണ്ട്. അത് ഞാൻ അറിയിക്കേണ്ട കേന്ദ്രങ്ങളിലൊക്കെ അറിയിച്ചിട്ടുണ്ട്. പി.ജെ. ജോസഫ് സാറിനോടും ഞാൻ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് താല്പര്യമുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ തീരുമാനത്തിൽ ഞങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിൽക്കും, അതിനെപ്പറ്റി യാതൊരു സംശയവുമില്ല. പക്ഷേ അദ്ദേഹത്തിന് ഞാൻ അറിയിച്ചിട്ടുണ്ട് എൻ്റെ ഈ താല്പര്യം. ഇപ്പോൾ ഒരു സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കുമ്പോൾ പ്രധാനമായിട്ടും ജയസാധ്യതയും സാഹചര്യങ്ങളും പരിശോധിക്കുമെന്നായിരുന്നു മോൻസ് ജോസഫിൻ്റെ പ്രതികരണം. എന്താണ് താങ്കളെ സംബന്ധിച്ചുള്ള ജയസാധ്യതകളും സാഹചര്യങ്ങളും എന്താണ്? ഞാൻ തന്നെ വിലയിരുത്തുകയാണെങ്കിൽ ഏറ്റവും ജയസാധ്യത കോട്ടയം ലോക്സഭ നിയോജക മണ്ഡലത്തിൽ ഞാൻ തന്നെയാണ്. അത് ഞാൻ തന്നെ വിലയിരുത്തുന്നു എന്ന് പറയുമ്പോൾ ഒരു ഒബ്ജക്റ്റീവായിട്ട്, അതായത് വേറൊരു കൺസിഡറേഷനും ഇല്ലാതെ ഞാൻ വെളിയിൽ നിന്ന് ഞാനല്ലാത്തൊരു വ്യക്തിയായിട്ട് വിലയിരുത്തിയെങ്കിലും അതേ ഞാനായിരിക്കും ഏറ്റവും ജയസാധ്യത. പല കാരണങ്ങളുണ്ട്. ഒന്ന്, എനിക്ക് വളരെ ക്ലീൻ ആയിട്ടുള്ളൊരു ഇമേജാണുള്ളത്. ആ ഇമേജ് ചെറുപ്പക്കാരുടെ ഇടയിലൊക്കെ വല്ലാതെ ഒരു മുൻതൂക്കം കിട്ടും. രണ്ട്, ഞാൻ UDF ഉറച്ചു നിന്നിരിക്കുകയാണ്. എങ്ങോട്ടും പോയിട്ടില്ല, പോകുമില്ല, ഇടത്തോട്ടും പോകില്ല, വലത്തോട്ടും പോകില്ല. അങ്ങനെ ആ ഒരു ഉറച്ച് UDF നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ UDF വോട്ടർമാർക്ക് എന്നെപ്പറ്റി യാതൊരു അഭിപ്രായങ്ങളുണ്ടാകില്ല. മൂന്നാമത്, ഇക്കാലത്ത് ഈ IAS എന്ന് പറഞ്ഞാൽ ചെറുപ്പക്കാരുടെ ഇടയിൽ ഒരു 10-60% വോട്ടർമാർ കോട്ടയത്ത് 35 വയസ്സിന് താഴെയുള്ളവരാണ്. അവർക്കൊക്കെ IAS എന്ന് പറഞ്ഞാൽ ഒരു പുളകമാണ്. അപ്പോൾ IAS-കാരനായി വളരെ കാലം ജോലി ചെയ്ത ഒരു വ്യക്തി. അതിന് വേറൊരു ഗുണമുണ്ട് കേട്ടോ. അതിൻ്റെ മറ്റേ ഗുണമെന്ന് പറഞ്ഞാൽ ഡൽഹിയിൽ IAS-കാരുടെ ഒരു ശക്തി കേന്ദ്രമാണ് അവിടെ ബ്യൂറോക്രസിയാണ്, ഈ യന്ത്രമാണ് അവിടെ കാര്യങ്ങളൊക്കെ നടപ്പിലാക്കുന്നത്. ജോയിൻറ്റ് സെക്രട്ടറിയാണ് ഇന്നത്തെ അവിടെയുള്ള തലപ്പത്തിരിക്കുന്ന എല്ലാ സെക്രട്ടറിമാരും. ഇലക്ഷൻ കമ്മീഷൻ തുടങ്ങി താഴോട്ടും എല്ലായിടത്തും ഉള്ളവർ എൻ്റെ ജൂനിയേഴ്സാണെന്ന്. അവരുടെ ഇടയിൽ നല്ലൊരു പേര് എനിക്കുണ്ട്. അപ്പോൾ എന്ത് കാര്യവും കേരള കോൺഗ്രസിന് വേണ്ടി, UDF വേണ്ടി, കോട്ടയത്തിന് വേണ്ടി, കേരളത്തിന് വേണ്ടി എനിക്ക് ചെയ്യാൻ സാധിക്കും. എൻ്റെ കാർഡ് കൊടുത്താൽ എനിക്ക് കയറാൻ പറ്റാത്ത ഓഫീസുകൾ ഡൽഹിയിലില്ല. അത് എങ്ങനെ പറയണം, ഒരു കാര്യം കിട്ടാൻ, ഒരു പ്രോജക്റ്റ് കിട്ടാൻ, കോടിക്കണക്കിന് രൂപയുടെ ഒരു പ്രോജക്റ്റ് കിട്ടാൻ എങ്ങനെ സംസാരിക്കണം, എന്ത് തോതിൽ സംസാരിക്കണം, എന്ത് ഭാഷയിൽ സംസാരിക്കണം, ഹിന്ദിയിലാണെങ്കിൽ ഹിന്ദി, ഇംഗ്ലീഷിലാണെങ്കിൽ അത് സംസാരിക്കാനും. ഇതൊരു കാർ ഓടിക്കുന്ന പോലെയാണ്. ഫസ്റ്റ് ഗിയർ ഉണ്ടോട്ട് തേർഡ് ഗിയർ ഇട്ട വണ്ടി പോകില്ല. അപ്പോൾ സംസാരിക്കുമ്പോൾ ഞാൻ ഫസ്റ്റ് ഗിയറിൽ സംസാരിക്കണോ തേർഡ് ഗിയറിൽ സംസാരിക്കണോ എന്നൊക്കെ ഉള്ള 40 വർഷത്തെ പരിചയമാണ് എനിക്കുള്ളത്. അത് വേറെ ആർക്കും പറ്റില്ല. പിന്നെ ഞാൻ ഹിന്ദി ഒരു പഞ്ചാബിയേക്കാളും ഒരു ഹിന്ദിക്കാരനേക്കാളും നന്നായിട്ട് സംസാരിക്കും. ഈ മുണ്ടെടുത്ത് അല്ലാതെ ഫോണിൽ സംസാരിക്കുകയാണെങ്കിൽ ആർക്കും മനസ്സിലാവില്ല ഞാൻ ഹിന്ദിയാണ്, എനിക്ക് ഹിന്ദിക്കാരനല്ല എന്ന്, ഞാനൊരു പഞ്ചാബിയോ അല്ലെങ്കിൽ UP-കാരനല്ല എന്ന്. കാരണം 1ാം ക്ലാസ് തുടങ്ങി എൻ്റെ സെക്കൻഡ് ലാംഗ്വേജ് ഹിന്ദി ആയിരുന്നു. ആ ഹിന്ദി പഠിച്ചിട്ടാണ് ഞാൻ +2 വരയ്ക്കൊക്കെ കയറിയത്. അത് കഴിഞ്ഞ് ഞാൻ 10-12 കൊല്ലം ഡൽഹിയിൽ താമസിച്ചപ്പോൾ ഹിന്ദി ഭംഗിയായിട്ട് സംസാരിക്കാൻ. അപ്പോൾ പാർലമെൻറ്റിലൊക്കെ കയറി ഹിന്ദിയിൽ സംസാരിക്കണമെങ്കിൽ യാതൊരു മലയാളം ആക്സെൻ്റ് ഇല്ലാതെ ഭരണരംഗത്ത് താങ്കൾക്കുണ്ടായിരുന്ന ഒരു മികവ് ഈ രാഷ്ട്രീയ രംഗത്തും കൃത്യമായ രീതിയിൽ ഉപയോഗപ്പെടുത്താൻ തീർച്ചയായിട്ടും. ഒരു കാര്യം കൂടി ഉള്ളത്, UN ഞാൻ 20 കൊല്ലം ഉണ്ടായിരുന്നു. ശശി തരൂർ UN നിന്ന് മടങ്ങി വന്ന് ഇവിടെ ഒരു തരംഗമായതിനു ശേഷം ചെറുപ്പക്കാരുടെ ഇടയിൽ UN എന്ന് പറഞ്ഞ ഒരു വലിയൊരു സംഭവമാണ്. ഇല്ലാത്ത ഞാൻ പറയുന്നില്ല. ഞാൻ ശശി തരൂരിൻ്റെ അടുത്തൊന്നും ഞാൻ എത്തിയിട്ടില്ല. പക്ഷേ പ്രൊഫഷണൽ ലെവലിൽ ഏറ്റവും ടോപ്പിൽ ഞാൻ എത്തി. P5 റാങ്ക് എന്ന് പറയും. എത്തിയിട്ടാണ് ഞാൻ റിട്ടയർ ചെയ്ത് പോകുന്നത്. അപ്പോൾ UN ഇന്നത്തെ ഒരു ജോലി ചെയ്തൊരു വ്യക്തി എന്ന് പറയുമ്പോൾ ചെറുപ്പക്കാരുടെ ഇടയിൽ അതൊരു തരംഗമാണ്, ഒരു പുളകമാണ്. വോട്ടർമാർ കുറേ പേര്, അത് ചെറുപ്പക്കാർ വോട്ടർമാരും പ്രായമായിരിക്കും, അവർക്ക് അറിയാവുന്നതാണ്. അതുകൊണ്ട് ഒരു നല്ല വോട്ട് ആ ചെറുപ്പക്കാരുടെ ഇടയിൽ നിന്ന് എനിക്ക് കിട്ടും. പിന്നെ വേറെ ഒന്നുള്ളത്, ജോസ് കെ മാണിയുടെ ഇടത്തോട്ട് പോയത്, പ്രത്യേകിച്ച് ഇടതുപക്ഷ സർക്കാർ, പിണറായി വിജയൻ ജോസ് കെ മാണി വിഭാഗത്തെയൊക്കെ കൊച്ചാക്കുന്നത്. ജോസ് കെ മാണി ഗ്രൂപ്പിലത്തെ ഒരുപാട് പേർക്ക് അത് വലിയ വിഷമമുണ്ട്, അവർക്ക് പറയാൻ സാധിക്കില്ല. കഴിഞ്ഞ ദിവസം പാലായിൽ വെച്ച് തോമസ് ചാഴിക്കാടിനെ പൊതുജനങ്ങളുടെ മുമ്പിൽ കൊച്ചാക്കി. ഇപ്പോൾ പാലാ നഗരസഭയിൽ അടി നടക്കുകയാണ്. ജോസ് കെ മാണി ഗ്രൂപ്പും പിന്നെ ഇവരുമായിട്ട് മാർക്സിസ്റ്റ് പാർട്ടി അടി നടക്കുകയാണ്, കയ്യും കളി നടക്കുകയാണ്. അപ്പോൾ ഒരുപാട് പേർക്ക്, ഒരു 10, 20,000, 30,000 ജോസ് കെ മാണി വിഭാഗത്തിൻ്റെ വോട്ട് എനിക്ക് കിട്ടും, യാതൊരു സംശയവുമില്ല. അപ്പോൾ ഇതൊക്കെ നോക്കുകയാണെങ്കിൽ ഏറ്റവും ജയസാധ്യത കേരള കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിക്കാനുള്ള ജയസാധ്യത എനിക്ക് തന്നെയാണ്. ഇത്തരം സാധ്യതകളുമായി താങ്കൾ കളം നിറയുമ്പോൾ മറ്റു ചില പേരുകൾ കൂടി ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞു കേൾക്കുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഫ്രാൻസിസ് ജോർജിൻ്റെ പേരടക്കം ഇവിടെ വലിയ രീതിയിൽ ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. എന്തായാലും പാർട്ടി അത്തരത്തിലൊരു തീരുമാനത്തിൽ എത്തിയിട്ടില്ല താനും. പിന്നെ എങ്ങനെയാണ് ഇത്തരത്തിലുള്ള ചില പേരുകൾ ഉയർന്നു കേൾക്കുന്നത്?
ഞങ്ങളുടെ ഒരു ജനാധിപത്യം പാർട്ടിയാണ്. അത് പി ജോസഫ് സാറും മോഹൻ ജോസും എല്ലാവരും വ്യക്തമാക്കിയിട്ടുണ്ട്, പി സി തോമസും എല്ലാവരും വ്യക്തമാക്കിയിട്ടുണ്ട്. ഓരോരുത്തരുടെ അഭിപ്രായം, ആർക്കും ഒരു പോസ്റ്റിലേക്ക് വരാനായിട്ട് താല്പര്യമുണ്ട്. ഫ്രാൻസിസ് ജോർജിനും താല്പര്യമുണ്ട്, സജി മഞ്ഞക്കണ്ടവനും താല്പര്യമുണ്ട്, പ്രിൻസ് ലൂക്കോസിനും താല്പര്യമുണ്ട്, പി സി ജോർജിനും പി സി തോമസിനും താല്പര്യമുണ്ട്. എല്ലാവർക്കും താല്പര്യമുണ്ട്, എനിക്കും താല്പര്യമുണ്ട്. അത് പറയുന്നതിൽ ഒരു തടസ്സം ഇടുന്ന പാർട്ടിയല്ല ഇത് ജനാധിപത്യ പാർട്ടി, എല്ലാവർക്കും പറയാം. പക്ഷേ അവസാനം പി ജെ സാറ് തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അത് എല്ലാവരും ഒരുപോലെ വയ്ക്കും. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ ആർക്കും ഇതിനകത്ത് സംസാരിക്കാം. പക്ഷേ ഇതിനകത്ത് മറ്റൊരു വശമുള്ളത്, ഞാനൊരു ഉദാഹരണം പറയുന്നത് ശരിയാണോന്ന് അറിഞ്ഞുകൂടാ. പക്ഷേ എങ്കിലും ഈ പറയുന്ന പോലെ ഈ ഒരു പാർട്ടിക്ക് എല്ലാ രീതിയിലും പാർട്ടിക്ക് ഏറ്റവും ഗുണം ഡൽഹിയിൽ ഒരു സ്ഥാനാർത്ഥിയായി വരുന്നതും, പിന്നെ ഇതുവരെ കന്നിയായിട്ട് നിൽക്കുന്ന, അതായത് ഇതുവരെ ലോക്സഭയിലേക്കൊന്നും പോകാത്തതും നിയമസഭയിലേക്കൊന്നും കയറാത്ത ഒരു വ്യക്തിക്ക് ഒരു ചാൻസ് കൊടുക്കുന്നതൊക്കെ പാർട്ടിയുടെ സ്വാഭാവികമായിട്ടൊരു നയത്തിൻ്റെ ഭാഗമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഒരു കന്നി കാൻഡിഡേറ്റ് ലോക്സഭയ്ക്ക് വരുന്നത് പാർട്ടിക്ക് സന്തോഷമുള്ള കാര്യമായിരിക്കും. കാരണം എല്ലാവർക്കും ഒരു ചാൻസ് കൊടുക്കണം, അതും അതിനകത്തൊരു ഭാഗമാണ്. എന്തായാലും സാധ്യതകളും സാഹചര്യങ്ങളും ഒത്തുചേരുമ്പോൾ ഒരു സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുക എന്ന ഏറ്റവും വലിയ വെല്ലുവിളിയാണ് പി ജെ ജോസഫിന് മുന്നിലുള്ളത്. എന്തായാലും പി ജെ ജോസഫ് മനസ്സ് തുറക്കുമ്പോൾ അറിയാനാകും ആരായിരിക്കും സ്ഥാനാർത്ഥിയെന്ന്. എന്തായാലും ക്യാമറമാൻ രഞ്ജിത്ത് കളത്തിപ്പിടിക്കൊപ്പം റിപ്പോർട്ടർ പ്രശാന്ത് തോട്ടുങ്കൽ, ഇൻ റിപ്പോർട്ടർ, കോട്ടയം.